നമസ്കാരം. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കേരളത്തിൽ ദുരിതപ്പെയ്ത്ത് ആരംഭിച്ചത്. സാധാരണ കർക്കടകത്തിൽ ഉണ്ടാവുന്ന മഴകൾ ഇല്ലാത്തതിൽ കർഷകർ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മഴ നിന്നു പെയ്തത്. ആ പെരുമഴയിൽ കിതച്ചു പോയിരിക്കുകയാണ് കേരളം. ഇന്ന് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. പുതിയ വെള്ളിയാഴ്ച പിറന്നിട്ടും മഴയ്ക്ക് ഒരു ശമനവുമില്ല. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും അധികം മഴ പെയ്യുന്നത് കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലുമാണ്. ഇടുക്കിയിൽ നേരിയ കുറവുണ്ടായിട്ടും കോട്ടയത്തോ പത്തനംതിട്ടയിലോ ഒരു കുറവും അനുഭവപ്പെടുന്നില്ല. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ തുടർച്ചയായി ഏതാണ്ട് ഒരാഴ്ചയോളം ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നു. കോട്ടയവും പത്തനംതിട്ടയും അടക്കം ഇന്നും 8 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വലിയ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട 2 ജില്ലകൾ തിരുവനന്തപുരവും കൊല്ലവുമാണ്. മലബാറിലെ ജില്ലകളിൽ മാറിയും കയറിയും വരുന്നുവെന്ന് മാത്രം. തിരുവനന്തപുരത്തും കൊല്ലത്തും ഒരു ദിവസം പോലും അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. അതേസമയം ഈ ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിൽ മഴയും നാശനഷ്ടങ്ങളും ഉണ്ടാവുന്നുണ്ട് താനും. ആകെ ഇന്ന് അവധിയുള്ളത് 8 ജില്ലകളിലാണ്. അതിൽ എറണാകുളത്തും തൃശ്ശൂരും അവധി പ്രഖ്യാപിക്കുന്നത് ഇന്ന് രാവിലെയാണ്. തൃശ്ശൂർ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് അവധിയുള്ളത്. ഇടുക്കി ഇന്ന് അവധി ഇല്ല എന്നത് മാത്രമാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടുമുണ്ട്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. എന്ന് വെച്ചാൽ ഈ അലേർട്ട് തിങ്കളാഴ്ച വരെ തുടരുമെന്നാണ് സൂചന. എന്ന് വെച്ചാൽ കുറഞ്ഞത് തിങ്കളാഴ്ച വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഴ തുടരുമെന്നർത്ഥം. മഴയും മരണവും നാശനഷ്ടങ്ങളും ഇനി 2-3 ദിവസം കൂടി നമ്മൾ സഹിക്കേണ്ടി വരും. വാസ്തവത്തിൽ 2018 സംഭവിച്ചതിനേക്കാൾ വലിയ മഴയാണ് ഇക്കുറി ഉണ്ടായത്. പക്ഷെ ഡാമുകളിൽ ജലനിരപ്പ് കുറവായിരുന്നതുകൊണ്ട് അപകടാവസ്ഥയിലേക്ക് മാറിയില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് മനുഷ്യനിർമ്മിത പ്രളയം എന്ന് 2018 വിശേഷിപ്പിക്കപ്പെട്ടത്. അവസാന നിമിഷം വരെ ഡാമുകളിലെ ജലനിരപ്പ് സൂക്ഷിച്ച് ഒടുവിലെല്ലാം കൂടി അഴിച്ചുവിട്ടായിരുന്നു അന്ന് ദുരന്തമുണ്ടായത്. ഇന്നിപ്പോൾ ചെറിയ ഡാമുകളിൽ മാത്രമാണ് ജലനിരപ്പ് കാര്യമായി ഉയർന്നതും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതും. ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത് ഈ 3 ഡാമുകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏതു നിമിഷവും ഈ ഡാമുകൾ തുറന്നുവിടാം. കുറ്റ്യാടിയിൽ ബ്ലൂ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്തെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കിയിൽ സംഭരണശേഷിയുടെ പകുതി പോലും ഇതുവരെ ആയിട്ടില്ല. മുല്ലപ്പെരിയാറും അപകട നിലയിലേക്ക് വളർന്നിട്ടില്ല. AC റോഡിലും കുമരകം ചേർത്തല റോഡിലും ഇപ്പോഴും വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും തുടരുന്നു. ആദ്യ ദിവസങ്ങളിൽ ഗതാഗത തടസ്സം നേരിട്ട മിക്കയിടങ്ങളിലും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. സാധാരണഗതിക്ക് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പേരിലാണ്. 131 വർഷം പഴക്കമുള്ള അണക്കെട്ടാണ്. അത് ലോകത്തെ ഏറ്റവും അപകടകരമായ അണക്കെട്ടാണെന്ന് ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ദിനപത്രമായ അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് പോലും റിപ്പോർട്ട് ചെയ്തതാണ്. അനേകം പഠനങ്ങൾ അത്തരത്തിലുണ്ടെങ്കിലും 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന നിലയിലേക്ക് വിഷയം വളർന്നതോടെ സുപ്രീം കോടതി അയോധ്യ പ്രശ്നത്തിൽ ഇടപെട്ടതുപോലെ തന്ത്രപരമായ നീക്കം നടത്തുകയും തമിഴ് ജനതയുടെ വൈകാരികമായ ഇടപെടലിന് പ്രാധാന്യം കിട്ടുകയും ചെയ്തു. മാത്രമല്ല കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അലംഭാവം കാണിക്കുകയും വേണ്ടതുപോലെ കേസ് നടത്താൻ പരാജയപ്പെടുകയും ചെയ്തു. ചില വ്യക്തികൾ നടത്തുന്ന കേസുകൾ മാത്രമാണ് ഇപ്പോൾ കോടതികളുടെ പരിഗണനയിലുള്ളത്. സർക്കാർ പലപ്പോഴും തമിഴ്നാടിൻ്റെ കേസിൻ്റെ ഭാഗമായി ഡിഫൻസിലേക്ക് പോവുകയും തോക്കുകയും ചെയ്യുന്ന രീതിയാണ്. കേരളം ഇന്നേവരെ മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് പോലും കൊടുത്തിട്ടില്ല എന്നോർക്കണം. ഈ പശ്ചാത്തലത്തിൽ വേണം അടുത്ത അടവ് തന്ത്രത്തിലേക്ക് തമിഴ്നാട് മാറുന്നതിനെ കാണാൻ. കേരളത്തിലും തമിഴ്നാട്ടിലും പൂക്കി മുഖ്യമന്ത്രിമാരാണെന്ന് ഓർക്കണം. ആ പൂക്കി മുഖ്യമന്ത്രിമാർ VD സതീശനും വിജയും ഏറ്റുമുട്ടുന്ന സാഹചര്യം രൂപപ്പെടുന്ന ബജറ്റ് പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ഈ മഴക്കാലത്ത് ചർച്ചയാവുന്നത്. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിൻ്റെ ധനമന്ത്രി കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് ഉയർത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇത് വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. കേരളത്തിൻ്റെ സുരക്ഷയെ കരുതി 132 അടിയിൽ കൂടുതൽ ഉയർത്തരുതേ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് തമിഴ്നാട് ഇതുവരെ കരുതലോടെ എടുത്തിരുന്നു. 142 വരെ ഉയർത്താൻ സുപ്രീം കോടതി അനുമതി കൊടുത്തിട്ടും കഴിയുന്നതും 132-ൽ താഴെ നിർത്താനാണ് തമിഴ്നാട് ശ്രദ്ധിച്ചിരുന്നത്. ഏതാണ്ട് 132-135 ആവുമ്പോഴേക്കും തമിഴ്നാട് അധിക ജലം കൊണ്ടുപോയി
കേരളത്തിന്റെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കുമായിരുന്നു. ആ 142ന്റെ അവകാശമുള്ള തമിഴ്നാട് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് 152ലേക്ക് ഉയർത്തുമെന്നാണ്. ഇത് ഏറെ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. 132 തന്നെ ആശങ്കാജനകമാണ് എന്ന് കരുതി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ താഴെ താമസിക്കുന്ന മനുഷ്യർ നല്ലൊരു വീട് പോലും വയ്ക്കുന്നില്ല. കേരളം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആശങ്കയുടെ ഉറക്കമില്ലാത്ത ദിനങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാറിന്റെ താഴേക്കുള്ള പെരിയാറിന്റെ തീരത്തുള്ള മനുഷ്യരുടെ അവസ്ഥ. അതെല്ലാം പോട്ടെ, പെരിയാർ കഴിഞ്ഞ് ഇങ്ങ് എറണാകുളവും ആലുവയും വരെ ഈ ആശങ്ക തുടരുകയാണ്. അതിന് ശാശ്വത പരിഹാരം ഒരിക്കലും ഉണ്ടാകാതിരിക്കുന്ന ഇക്കാലത്ത് പലപ്പോഴും തമിഴ്നാട് വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നു. എന്നാൽ വിജയ് അത്തരമൊരു നിലപാടിലേക്ക് മാറുന്ന സൂചനയല്ല. അതുകൊണ്ടാണ് ഇന്നേ വരെ ഇതിനു മുൻപ് ഒരു ഭരണാധികാരി പറയാത്തതുപോലെ 152 അടി എന്ന് പറഞ്ഞത്. കേരളത്തിന്റെ നിലപാട് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, എന്നിട്ട് പുതിയ ഡാം പണിത് തമിഴ്നാടിന് ആവശ്യത്തിന് വെള്ളം കൊടുക്കണമെന്നാണ്. എന്നാൽ തമിഴ്നാട് അതിനോട് യോജിക്കുന്നില്ല. അവർ പറയുന്നത് ഒരു കാരണവശാലും ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റില്ല. ഈ ഡാം പടിപടിയായി അതിന്റെ പരമാവധി കപ്പാസിറ്റിയിൽ ഉപയോഗിക്കണമെന്നതാണ് തമിഴ്നാടിന്റെ നിലപാട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും തമിഴ്നാട് 132 അപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി വിജയ് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞതോടെ ആശങ്ക ശക്തമാണ്. ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി മാറുന്നത് വി.ഡി. സതീശനും വിജയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഇത് കാരണമാകുമോ എന്നാണ്. കേരളത്തിന്റെ ജലവിഭവശേഷി മന്ത്രി മോൻസ് ജോസഫ് അതിന് അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും അവിടെയും ഒരു അപകടമുണ്ട്. മോൻസ് ജോസഫ് തന്റെ പ്രഖ്യാപനത്തിൽ പറയുന്നത് 142 അടിയിൽ കൂടുതൽ ഉയർത്താൻ സമ്മതിക്കില്ലെന്നാണ്. ഇതിനർത്ഥം 142 അടി വരെ ഉയർത്തിക്കോളൂ എന്നാണ്. കേരളം ഇതുവരെ എടുത്ത നിലപാട് 132 അടിയിൽ കൂടുതൽ ഉയർത്താൻ പറ്റില്ല എന്നായിരുന്നു. സുപ്രീം കോടതി അനുവദിച്ചതുകൊണ്ട് 142 അടി വരെ ഉയർത്താൻ അവർക്ക് കഴിയുമെങ്കിലും കേരളത്തിന്റെ വൈകാരികമായ അപേക്ഷ കണക്കിലെടുത്ത് 132, 135 അപ്പുറത്തേക്ക് പോകാതെ അവർ നോക്കി. എന്നാൽ ഇപ്പോൾ നമ്മുടെ മന്ത്രി തന്നെ പറയുന്നു 142 അപ്പുറത്തേക്ക് അനുവദിക്കില്ല എന്ന്. അത് മന്ത്രി പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം സുപ്രീം കോടതി അനുവദിക്കുന്നതിനപ്പുറത്തേക്ക് ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാടിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ മന്ത്രി അറിഞ്ഞുകൊണ്ട് തമിഴ്നാടിന് 142 എന്ന ഉയർന്ന നിലവാരം സ്ഥിരീകരിക്കാൻ എടുത്ത നിലപാടാണോ എന്ന ആശങ്ക ശക്തമാണ്. എക്കാലത്തും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും തമിഴ്നാടുമായി ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് ഡീൽ ഉറപ്പിച്ചിരുന്നു എന്നാണ് നമ്മൾ കേട്ടത്. അത് ഉറപ്പിക്കുന്നതാണ് മന്ത്രി മോൻസ് ജോസഫിന്റെ പ്രഖ്യാപനം. അല്ലെങ്കിൽ 142 വരെ കുഴപ്പമില്ല എന്ന തരത്തിലൊരു പ്രസ്താവന നടത്തുമായിരുന്നില്ല. ഈ 142 സുപ്രീം കോടതി അനുവദിച്ചിട്ടും കേരളത്തിന്റെ എതിർപ്പ് കണക്കിലെടുത്ത് അനുവദിക്കാതിരുന്ന തമിഴ്നാടിനോട് 152 ഞങ്ങൾ സമ്മതിക്കില്ല, 142 പുറത്തേക്ക് പറ്റില്ല എന്ന് വകുപ്പ് മന്ത്രി പറയുമ്പോൾ ഇത് അപകടകരമാണ്. എന്ന് വെച്ചാൽ തമിഴ്നാടിന് ലൈസൻസ് കൊടുക്കുന്നു, നിങ്ങൾ 142 വരെ ഉയർത്തിക്കോളൂ, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന്. ഈ ഒരു ഇരട്ടത്താപ്പാണ് കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ സംഭവിക്കുന്നത്. വി.ഡി. സതീശൻ ഇതേവരെ മുല്ലപ്പെരിയാർ പോലെ വളരെ സെൻസേഷണലായ ഒരു വിഷയത്തിൽ ഒരഭിപ്രായ പ്രകടനവും നടത്തിയിട്ടില്ല. ഇവിടെയാണ് തമിഴ്നാട് പ്രകോപനപരമായ രംഗത്ത് വരുമ്പോൾ എന്തു സംഭവിക്കും എന്ന ചോദ്യം ബാക്കിയാവുന്നത്. മഴ തുടരുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിലെയും ജലനിരപ്പ് ഉയരും. ഇതോടുകൂടി സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകും. എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ അസമാധാനത്തിൻ്റെതാണ്. 2018 വെള്ളപ്പൊക്കം ഓഗസ്റ്റ് 15 എന്ന് ഓർക്കണം. അതായത് ഇനിയും സമയം ബാക്കി കിടക്കുന്നു. ഇത് കർക്കിടക മഴയാണ്. തുലാമഴ ബാക്കി കിടക്കുന്നതേ ഉള്ളൂ. കേരളം ആശങ്കയുടെ മുൾപടർപ്പിലേക്ക് പതിയെ പതിയെ ചവിട്ടി നടന്നു തുടങ്ങി.